നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാവ് കെ ബാലനാരായണൻ അനുസ്മരണവും അനുശോചനവും കടിയങ്ങാട് സംഘടിപ്പിച്ചു. UDF മുൻ ജില്ലാ ചെയർമാനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ ബാലനാരായണന്റെ നിര്യാണത്തിൽ കടിയങ്ങാട് സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. DCC പ്രസിഡന്റും MLAയുമായ കെ പ്രവീൺകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്, ഷാഫി പറമ്പിൽ MP, MLAമാരായ ഫാത്തിമ തഹ്ലിയ, VT സൂരജ്, മുൻ MLAമാരായ TP രാമകൃഷ്ണൻ, കെ കുഞ്ഞമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വട്ടക്കണ്ടി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ വാഴയിൽ, KC അബു, SP കുഞ്ഞമ്മദ്, PM നിയാസ്, R ശശി, PC സന്തോഷ്, മുനീർ എരവത്ത്, കെ മധുകൃഷ്ണൻ, VP ഇബ്രാഹിം, TP ചന്ദ്രൻ, നളിനി നെല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയപ്പെട്ട ബാലാജി എന്ന് വിളിക്കാനാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. നർമ്മം തുളുമ്പിയും കാര്യങ്ങൾ പറഞ്ഞു, ചില സന്ദർഭത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ കാര്യങ്ങൾ പറഞ്ഞു. നാടിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ നിന്ന് ആ പൂക്കൾക്കൊടി ബന്ധം അറ്റുപോകാതെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളുമായി ദേശീയതലം മുതൽ സംസ്ഥാന തലം വരെയുള്ള എല്ലാ ആളുകളുമായും നിത്യസൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിച്ച് കൂട്ടുകാരനായും സഹോദരനായും നിറഞ്ഞാടിയതായ ഒരു വലിയ മനുഷ്യൻ്റെ വിയോഗത്തിൽ അളവ് പോലാണെങ്കിൽ ഏറ്റവും കുറച്ച് ബന്ധമുള്ള ആൾ ഞാനായിരിക്കും. ഞാൻ വരുന്നതിന് മുമ്പും പതിറ്റാണ്ടുകൾ ഞങ്ങളുടെയൊക്കെ ആയുസിൻ്റെ അത്ര പൊതുപ്രവർത്തനം നടത്തിയ ഒരാൾ, ഒരു തലമുറയുടെ ഗ്യാപ്പുകളും ഇല്ലാതെ ഞങ്ങളോടൊക്കെ ഇടപെടുന്നത്, സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ എന്നുള്ള നിലക്ക് കൂടി പ്രവർത്തിച്ചതും, അതിൻ്റെ ശേഷം പേരാമ്പ്രയിലും അദ്ദേഹം അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. ഒരു കാര്യം, ഇപ്പം ഞങ്ങൾ വിളിച്ചു പറയാം എന്ന് പറയുന്ന ഒരു പക്ഷേ കാറ്റഗറിയിൽപ്പെട്ട ആളുകളായിരിക്കാം, പക്ഷെ ഞാൻ കൂടെ വരാം എന്ന് പറയുന്ന കാറ്റഗറിയിലായിരുന്നു ബാലേട്ടൻ എന്നുള്ളത് ഇന്നിവിടെ സംസാരിച്ച പല ആളുകളോടും, ഇന്ന് ആ വീട്ടിൽ സംസാരിച്ചപ്പോൾ ശാഖ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, കുട്ടിയുടെ മംഗലാപുരത്ത് കോളേജിൽ പഠനം തുടരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഫീസിൻ്റെ പ്രശ്നം നേരിട്ട് വന്നപ്പോൾ അതൊന്നും താങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് കിട്ടുന്നൊരു തുക അത് വലിയ ആശ്വാസമാവുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ട്രെയിനിൽ ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് മംഗലാപുരം വരെ പോയി ആ കോളേജിൽ അവിടെ ചെന്ന് അന്ന് തൻ്റെ ബന്ധവും പരിചയമുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിച്ച കുടുംബത്തിന് ആ പൈസ തിരികെ മേടിച്ചു കൊടുക്കാൻ ഒപ്പം പോയിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെ ചിരിച്ചും ചിരിപ്പിച്ചും ചിന്തിച്ചും ചിന്തിപ്പിച്ചും രാഷ്ട്രീയമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിനോടെല്ലാം 100% തികച്ചും അപ്രതീക്ഷിതമായ ഒരു വാർത്ത ബാലനാരായണൻ്റെ വേർപാട് അറിയുന്നു. ഈ മരണം അങ്ങേയറ്റം ദുഃഖകരമാണ്. നമ്മുടെ നാടിൻ്റെ പൊതുജീവിതത്തിൽ തീരാ നഷ്ടമാണ്. 1972 മുതൽ ബാലനാരായണനെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഞാൻ ഈ കടിയങ്ങാട് വന്ന് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ഘട്ടം മുതൽ ബാലനാരായണനെ എനിക്കറിയാം. ഈ അവസാന നാളുകൾ വരെ ഏറ്റവും നല്ല സൗഹൃദ ബന്ധം പുലർത്താൻ അദ്ദേഹത്തിൻ്റെയും എൻ്റെയും നിലപാടുകൾ സഹായകരമായിരുന്നു. നിരവധി വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ബാലനാരായണൻ എന്നോട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇടപെടേണ്ടുന്ന വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ പൊതുജീവിതത്തിൽ ബാലനാരായണൻ്റെ വേർപാട് വാചകമായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് ബഹുമാനം കാണിക്കുന്നതോറും അദ്ദേഹത്തിൻ്റെ ലാളിത്യം കൊണ്ടും വിനയം കൊണ്ടും എന്നെ എത്രയോ അധികം എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാവരേക്കാളും മുമ്പിൽ അദ്ദേഹം ആവേശത്തോടെ നടന്നു. ഈ തിരഞ്ഞെടുപ്പിന് നയിച്ചു. അതിനപ്പുറത്തേക്ക് നിശ്ചയദാർഢ്യമായിരുന്നു അദ്ദേഹത്തിന്. പല സമയങ്ങളിലും അമ്പലങ്ങളിൽ പോകുമ്പം അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെക്കുറിച്ച് ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യം.
ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ദൈവവുമായി അടുത്ത് നിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് എന്താണോ മനസ്സിലുണ്ടാകുന്നത് ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുമ്പം നമ്മൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഈ നാടിനു വേണ്ടി, ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ടും അദ്ദേഹം ഓടി നടന്നു. അദ്ദേഹം ഒരുപാട് സ്വപ്നം കണ്ടു. അദ്ദേഹം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി. അങ്ങനെ എന്നെയും ഈ ചെറിയ നമ്മളെല്ലാവരും കേട്ടത് വിശ്വസിക്കാൻ സാധിക്കാതെ ധരിച്ചിരുന്നു പോയി. കുറേ സമയത്തേക്ക് പേരാമ്പ്രയിൽ KSU പ്രവർത്തകനായി തുടങ്ങിയ കാലം മുതൽ പാർട്ടിയുടെ പരിപാടികൾ സംഘടിപ്പിക്കാനും തിരഞ്ഞെടുപ്പുകൾ നടത്താനും UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ജാഥക വരുമ്പോൾ ആ പരിപാടിയുടെ ഏറ്റവും വലിയ സംഘാടകനായും പോലീസ് സ്റ്റേഷനിൽ KSU പ്രവർത്തകരായ ഞങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ സ്റ്റേഷനിലെത്തി സംസാരിക്കാനും ഒക്കെ ഉണ്ടായിരുന്ന നാടിൻ്റെ പാർട്ടിയുടെ ഏറ്റവും കരുത്തുറ്റ നേതാവിനെയാണ് ഇനി അത് പൊരുത്തപ്പെടാൻ നിവൃത്തിയില്ലല്ലോ. പ്രിയപ്പെട്ട പാലാച്ചി, അങ്ങേക്ക് ഞങ്ങൾ വിട നൽകുന്ന ഈ അനുശോചന യോഗത്തിൽ ദുഃഖിക്കുന്ന ഹൃദയവും വിതുമ്പുന്ന മനസ്സുമായിട്ടാണ് നമ്മളോട് എടുക്കപ്പെട്ടത്. ദുഃഖം വിട്ടുമാറാത്ത ആ കുടുംബത്തിൻ്റെ പേരിലൂടെ SP കുഞ്ഞുമാഷും പാലാരണ്ണും സദാനൊക്കെ തിരുവനന്തപുരത്ത് വന്നാൽ എൻ്റെ മുറിയിൽ വരാതെ അവർ പോകാറില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ മുറിയിൽ വന്നില്ലെങ്കിൽ വിളിച്ചു പറയും, ഇന്ന് എനിക്ക് മുറിയിൽ എത്താൻ കഴിഞ്ഞില്ല കേട്ടോ. അത്ര വലിയ ബന്ധം കാണിച്ചിട്ടുണ്ട്. പാലാരണ്ണൻ്റെ വിയോഗത്തിൽ അഗാധമായ അനുശോചനം CPMൻ്റെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കവസാനം. പാലാജിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ശിരസ്സ് നമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മുൻപോട്ടേക്കുള്ള യാത്രയിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് അടുത്ത സൗഹൃദ ബന്ധങ്ങളുണ്ടായിരുന്നു. രാഷ്ട്രീയ സ്വന്തം പാർട്ടിയിൽപ്പെടാത്തവരോട് സൗഹൃദമായും സ്നേഹപരമായും പെരുമാറാനുള്ള ഒരു പ്രത്യേക കഴിവ് ബാലനാരായണൻ കാണിച്ചിരുന്നു. ഞാനൊരു സന്ദർഭം ഓർക്കുകയാണ്. അദ്ദേഹം വടകരയിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ വടകര കോട്ടപ്പറമ്പിൽ LDFൻ്റെ പൊതുയോഗത്തിൽ CPI പ്രതിനിധീകരിച്ച് ഞാനൊരു പ്രസംഗം ചെയ്തിരുന്നു. വലിയ വിടവ് സമ്മാനിച്ചാണ് ബാലേട്ടൻ യാത്ര ചെയ്യുന്നത്. നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ രാവിലെ ഇവിടെ നിന്ന് സുമിത്ത് വിളിച്ചു പറഞ്ഞപ്പോൾ ഞെട്ടലോടെയാണ്, ഒരുപക്ഷെ കുറേ നേരം ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് ആ വാർത്ത കേട്ടത്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്കുള്ള സ്വീകരണ പരിപാടി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തൊരു മനുഷ്യൻ. കാണുമ്പോൾ പുഞ്ചിരിയോടെ അല്ലാതെ അദ്ദേഹം നമ്മളെ അറിയാൻ അഭിസംബോധന ചെയ്തിട്ടില്ല. തലമുറകളുടെ വ്യത്യാസം ഞാനും അദ്ദേഹവും തമ്മിലുണ്ടെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത്ര സ്നേഹത്തോടെ വാത്സല്യത്തോടെ നമ്മളോട് പെരുമാറുമ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും നേതൃത്വം കൊടുത്തത് ബാലനാരായണേട്ടനായിരുന്നു. ആത്മാർത്ഥമായി അദ്ദേഹത്തിൻ്റെ ജോലികൾ നിറവേറ്റി വലിയ സാധ്യതകൾ ഉള്ള ഒരു നേതാവായിരുന്നു. എനിക്ക് അദ്ദേഹത്തുമായിട്ടുള്ളത് നല്ലൊരു സ്ഥാനം മുന്നോട്ട് കൊണ്ടുവരാൻ അദ്ദേഹം നല്ല പ്രയത്നിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ നഷ്ടം പാർട്ടിക്കും കുടുംബത്തിനും ഞാൻ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുശോചനത്തിൽ ഞാൻ വലിയൊരു നെടുംതൂണാണ്. രാവിലെ തന്നെ ഫോണിൽ ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ വൈസ് പ്രസിഡൻറ്റിനെ വിളിച്ചു നോക്കിയപ്പോൾ സത്യമാണോ എന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ ആ സത്യം തന്നെയാണ് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ ചിരിയോടുകൂടി എന്താ മോളെ വിശേഷം എന്ന് ചോദിച്ചത് എനിക്ക് മനസ്സിൽ നിന്നുമായിരുന്നില്ല. അതുകൊണ്ട് ഈ കുടുംബത്തിനു വേണ്ടിയല്ല. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.